എങ്ങനെയുണ്ട് അനുഭവം? ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ അടിപൊളി വീഡിയോ ആണ്. ഇന്ന് നമ്മൾ നമ്മുടെ നാട്ടിലെ തൊഴിലുറപ്പ് ചേച്ചിമാരെ ഒരു ഫ്ലൈറ്റ് യാത്ര കേട്ടോ, അവർക്കൊക്കെ ഒന്ന് ഫ്ലൈ ചെയ്യണം പറഞ്ഞപ്പോൾ നമ്മൾ എന്താണെങ്കിലും അത് ആഗ്രഹ സഫലീകരണം നടത്തിയൊരു വീഡിയോ ആണ്. അപ്പോൾ എന്താണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണേ. എങ്ങനെയുണ്ട് അനുഭവം? എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് ചായ കുടിച്ചിട്ട് പിന്നെ അടുത്ത വിശേഷം. ഓക്കെ സുഹൃത്തുക്കൾ, നമ്മൾ 6 മണിക്കാണ് പട്ടാമ്പിന്ന് യാത്ര തുടങ്ങിയത്. നമ്മുടെ ഫ്ലൈറ്റ് പറഞ്ഞ 12:50 കൊച്ചിയിൽ നിന്നായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഷൊർണൂർ എത്തിയിട്ടുണ്ട്. ഷൊർണൂർ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ചായ കുടിച്ചു. അതിന് ശേഷം ഒരു ബസ് എടുത്തിട്ട് നമ്മൾ നേരെ KSRTC തൃശ്ശൂർ സ്റ്റാൻഡിൽ ഇറങ്ങി. അതിന് ശേഷം അവിടുന്ന് അങ്കമാലിക്ക് വീണ്ടും KSRTC ബസ് കയറി. ഇത് അങ്കമാലി സ്റ്റാൻഡ് കേട്ടോ. അതിനുശേഷം നമ്മളിത് നേരെ ഓട്ടോ എടുത്ത് എയർപോർട്ടിലേക്കുള്ള പോക്കാണ്. കാരണം നമ്മൾ ഓല ടാക്സിക്ക് ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്തതിന് ശേഷം ഒരുപാട് വെയിറ്റ് ചെയ്തു. കാരണം അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ഓട്ടോ എടുത്തു. 240 രൂപ കേട്ടോ ഇവിടെ ഓട്ടോയ്ക്ക് ചാർജ് ചെയ്തത്. അതായത് ഒരു ഓട്ടോയ്ക്ക് 240 രൂപ. നമ്മൾ 2 ഓട്ടോ എടുത്തിട്ടാണ് എയർപോർട്ടിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരെ എയർപോർട്ടിൽ എത്തി. അതിന് ശേഷം നമ്മുടെ ആധാർ കാർഡ് അതുപോലെ തന്നെ നമ്മുടെ ടിക്കറ്റ് മാച്ച് ചെയ്ത് നോക്കിയവർ അതൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് എൻട്രി കിട്ടി. നമ്മൾ നേരെ അലയൻസിൻ്റെ കൗണ്ടറിലെത്തി. നമ്മുടെ ഫ്ലൈറ്റ് അലയൻസ് എയർ ആട്ടോ. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം നമ്മുടെ ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണിത്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ആദ്യമായിട്ട് ഫ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാവരുടെ മുഖത്തുണ്ട്. അപ്പോൾ അതിന് ശേഷം സെക്യൂരിറ്റി ചെക്കിംഗ് ആണ്. അതും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി. എല്ലാവരും ബാഗിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ സെക്യൂരിറ്റി ചെക്കിങ്ങിന് ശേഷം ബാഗൊക്കെ എടുത്ത് നമ്മൾ നേരെ നടന്ന് നീങ്ങാണ് ഗേറ്റ് നമ്പർ 8ലേക്ക്. അപ്പോൾ നമ്മൾ നേരെ ഗേറ്റ് നമ്പർ 8ലേക്ക് നീങ്ങോട്ടിരിക്കുക. എല്ലാവരും ഈ ഒരു എയർപോർട്ടിൻ്റെ അകത്തെ കയറി സന്തോഷം പറഞ്ഞാൽ എല്ലാവരുടെ മുഖത്തുണ്ട്. അപ്പോൾ ഫ്ലൈ ചെയ്യാൻ പോകുന്നതിന് മുന്നേ തന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പി കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഏകദേശം ഫ്ലൈറ്റ് ടൈമായി 12:50 നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ നമ്മുടെ ബോർഡിംഗ് പാസ്സൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഫ്ലൈറ്റിലേക്ക് പോവുകയാണ്. ഈ ഒരു ബസ്സാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് നീങ്ങാൻ വേണ്ടിയിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നത്. ജീവിതത്തിൽ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ബസ് നേരെ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ മെല്ലെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കാണുന്ന ഫ്ലൈറ്റാണ്. നമ്മളെല്ലാവരും ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കയറി. അതിനുശേഷം എല്ലാവരും അതിൻ്റെ പിറകെ വന്നു. നമ്മുടെ സീറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം എല്ലാവരും സീറ്റിലിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരുടെ മുഖത്തും ചെറിയൊരു പേടിയുണ്ട്. കാരണം ആദ്യത്തെ ഒരു യാത്രയാണല്ലോ, ഫ്ലൈറ്റ് യാത്രയാണല്ലോ. അപ്പോൾ അതിനുശേഷം നമുക്ക് നമ്മുടെ എയർ ഹോസ്റ്റസ് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരുന്നുണ്ട് കേട്ടോ. എങ്ങനെ സീറ്റ് ബെൽറ്റ് ധരിക്കണം, ആ ഒരു കാര്യങ്ങളും എല്ലാം നമുക്ക് അതിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ റൺവേയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിമാനം. അപ്പോൾ നമ്മുടെ മിനി ചേച്ചിയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഈ ഒരു സന്തോഷം തന്നെ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും എൻ്റെ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അമ്മയുടെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ്. അപ്പോൾ നമുക്ക് എല്ലാം ഭയങ്കര സന്തോഷമാണ് ഈ ഒരു മൂമെൻറ്റ്. നമ്മുടെ ഫ്ലൈറ്റ് പൊന്തി തുടങ്ങി. ഏകദേശം നമ്മളിത് കേട്ടോ ഉയർന്നു കഴിഞ്ഞു. അമ്മയ്ക്ക് നല്ല പേടിയുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ ഒരു എത്ര അടിയെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ലെങ്കിൽ നമ്മൾ ഏകദേശം അത്യാവശ്യം നല്ല ഹൈറ്റിലാണ്. ഇപ്പം നമ്മൾ ആകാശം പഞ്ഞിക്കെട്ട് പോലെ ഒരു എന്താ പറയുക വ്യൂ ആണ്. ഇത് കാണുമ്പോൾ തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാവരുടെ ജീവിതം ധന്യമായി എന്ന് പറഞ്ഞ പോലെയാണ്. കാരണം എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഈ ഒരു മൊമെൻറ്റിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരുന്നത്. അപ്പോൾ നമ്മുടെ ചേച്ചിമാരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. എന്താണെങ്കിലും അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ആകാശ വ്യൂ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ് അവരെല്ലാവരുടെ മുഖത്തും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ കേട്ടോ സേലം നമ്മൾ എത്താൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ സേലത്തേക്ക് പറന്നിറങ്ങാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി ഈശ്വരാനുഗ്രഹത്തിൽ നമ്മൾ സേലത്ത് സേഫായി ലാൻഡ് ചെയ്തു. അതിന് ശേഷം നമ്മൾ കേട്ടോ ഈ ഒരു ലാൻഡിങ്ങിന് ശേഷം നമ്മൾ എല്ലാ ആളുകളും ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ സേലം എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം ഒരു 500 മീറ്റർ നമുക്ക് ബസ് കിട്ടുമോ. അപ്പോൾ ബസ്സിൽ നേരെ കയറി. അപ്പോൾ ഫയർ റോഡ് ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇവിടുന്ന് ഏകദേശം 10 കിലോമീറ്റർ ഉണ്ട് ഫയർ റോഡ് ജംഗ്ഷനിലേക്ക്. അവിടെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഒരു ചായയൊക്കെ കുടിച്ചു. എല്ലാവരും ചായ കുടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് സേലം റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഇവിടുന്ന് നമുക്ക് നേരെ ബസ് നമ്പർ 13 കയറി കഴിഞ്ഞാൽ സേലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താം. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടോ. എത്തിയതിന് ശേഷം നമ്മളിതാ ലിഫ്റ്റിൽ കയറി നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 4 നമ്മൾ ട്രെയിൻ വരുന്നത്. വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്സിൽ നമ്മൾ
ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സീറ്റ് റിസർവ്ഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് പോലെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മളിതാ അടുത്ത ഡിന്നറിൻ്റെ പരിപാടിയായി. ഡിന്നർ നമ്മളൊരു ചപ്പാത്തി വാങ്ങിച്ചതിന് ശേഷം അതും കഴിച്ചു. ചപ്പാത്തി വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, വെജിറ്റബിൾ കറി ആയിരുന്നു. അതിന് ശേഷം നമ്മൾ ഷൊർണൂർ ഇറങ്ങി. ഷൊർണൂർ 11:50 എത്തേണ്ട ട്രെയിൻ 12:30ക്ക് എത്തിയത്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ കുറച്ച് ലേറ്റായിട്ട് അവിടെ എത്തിയത്. ട്രെയിൻ